SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ആഞ്ഞടിച്ച് SNDP സംരക്ഷണ സമിതി. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്നാണ് SNDP സംരക്ഷണ സമിതിയുടെ ആവശ്യം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ സ്വാധീനം കൊണ്ടാണ് പല കേസുകളിൽ നിന്നും വെള്ളാപ്പള്ളി രക്ഷപ്പെട്ടതെന്നും KK മഹേഷിന്റെ മരണത്തിലും വെള്ളാപ്പള്ളി പ്രതിയാണെന്നും SNDP സംരക്ഷണ സമിതി ചെയർമാൻ S ചന്ദ്രസേനൻ പറഞ്ഞു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശനെതിരായ ആദ്യ കുറ്റപത്രത്തിന് വിജിലൻസ് ഡയറക്ടർക്ക് അനുമതി നൽകിയതിന് പിന്നാലെയാണ് പ്രതികരണവുമായി SNDP സംരക്ഷണ സമിതി രംഗത്തെത്തിയത്. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തെ കൊള്ളയടിച്ചെന്ന് യോഗം സംരക്ഷണ സമിതി ആരോപിച്ചു. കൃത്യമായ തെളിവുകളോടെയുള്ള കുറ്റപത്രം തയ്യാറായ സ്ഥിതിക്ക് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്നാണ് SNDP സംരക്ഷണ സമിതിയുടെ ആവശ്യം. SNDP യോഗത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട ഒരു ഭാരവാഹി പോലും ഉണ്ടായിട്ടില്ല എന്നും സമിതി അംഗങ്ങൾ പറഞ്ഞു. 23-ാം തീയതി ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് പത്മഭൂഷണെ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ആളിന്റെ യോഗ്യത ഇതാണോ എന്നും ഭാരവാഹികൾ ചോദിച്ചു. പത്മഭൂഷൺ പണം കൊടുത്താണോ വാങ്ങിയതെന്ന് പറയേണ്ടി വരുമെന്നും S ചന്ദ്രസേനൻ പറഞ്ഞു. വെള്ളാപ്പള്ളിക്കെതിരായ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം നൽകി. വിജിലൻസ് ഡയറക്ടറാണ് കുറ്റപത്രത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഈ വിവരം ഹൈക്കോടതി അറിയിച്ചു. കേസിലെ അന്വേഷണത്തിനെതിരെ ഇന്നലെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. പിന്നാലെയാണ് കുറ്റപത്രത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. കേസ് അന്വേഷണത്തിൽ യാതൊരുവിധ പുരോഗതിയും ഇല്ലാത്ത സാഹചര്യത്തിൽ 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്നും അല്ലാത്തപക്ഷം SP S ശശിധരനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റുമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. പകരം അന്വേഷണം നടത്താൻ പുതിയ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. നിരന്തരം നിർദ്ദേശിച്ചിട്ടും SP S ശശിധരൻ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകിയില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. പിന്നാലെയാണ് കേസിലെ ആദ്യ കുറ്റപത്രത്തിന് വിജിലൻസ് ഡയറക്ടർ അംഗീകാരം നൽകിയ വിവരം പുറത്തു വന്നിട്ടുള്ളത്. 2014 വയനാട് യൂണിയന് 10 ലക്ഷം രൂപ നൽകിയതിലെ ക്രമക്കേടിലാണ് കുറ്റപത്രം തയ്യാറായത്. വെള്ളാപ്പള്ളി നടേശൻ, MN സോമൻ, വയനാട് SNDP യൂണിയൻ ഭാരവാഹികൾ, ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് കേസിലെ പ്രതികൾ. അഴിമതി നിരോധന നിയമം ചുമത്തിയതിനാൽ സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകണം. വെള്ളാപ്പള്ളി നടേശനെതിരായ 2 കേസുകളിൽ കൂടി അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. 70 കേസുകളിലാണ് അന്വേഷണം തുടരുന്നത്. 2016 VS അച്യുതാനന്ദന്റെ പരാതിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് അന്വേഷണം തുടങ്ങിയത്. സ്ത്രീകളുടെ പേരിൽ വ്യാജ പദ്ധതിയിലൂടെ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് SNDP കോടികൾ വായ്പ എടുത്തതിലാണ് അഴിമതി ആരോപണം. സാമ്പത്തിക തിരിമറി, ഗൂഢാലോചന എന്നിവയിലൂടെ 15 കോടി രൂപ തട്ടിച്ചെന്നാണ് VS അച്യുതാനന്ദൻ ആരോപിച്ചത്.